എല്ലാവർക്കും നമസ്കാരം. ഈ പുതിനയുടെ ചെടി വീട്ടിലുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ പുതിനയുടെ ഇലയെന്ന് അതിൻ്റെ തണ്ട് കുത്തിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ നിറയെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെയാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനയുടെ ഇലയുടെ തണ്ട് കുത്തിയിട്ടാണ് ഇതേപോലെ പുതിന ചെടി ഉണ്ടാക്കിയത്. ഇതിനധികം മണ്ണോ അല്ലെങ്കിൽ വളമോ ഒന്നും വേണ്ട. കുറച്ച് മണ്ണിൽ നമ്മൾ നന്നായി നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യും തോറും കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാവും. ഈ പുതിനയുടെ ഇലയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ വെയിൽ സമയത്ത് എത്തിന്ന് ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊക്കെ നഷ്ടപ്പെടും എന്ന് പറയുമല്ലോ. അപ്പോൾ പുതിനയുടെ ഇല ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് അത് തടയാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ജലദോഷം, മൂക്കടപ്പ്, പനി, ഇതിനൊക്കെ പുതിന ഇല ഭയങ്കര നല്ലതാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായിക്കോട്ടെ പുതിന ഇല ഇടുമ്പോൾ ആ ഫ്ലേവർ വേറെ ഏതിനും കിട്ടില്ല. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പുതിന ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നും രാവിലെ തന്നെ 2 പുതിനയുടെ ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. എന്നിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, തണുക്കാന്ന് പറഞ്ഞാൽ ഒരു ഇളം ചൂടാകുമ്പോൾ അതിൽ 1 സ്പൂൺ നാരങ്ങ നീരും അതുപോലെ 1 സ്പൂൺ തേനും കൂടിയിട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നമുക്ക് നന്നായിട്ട് കൂടുമെന്ന് പറയും. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് ഇപ്പോൾ ദിവസേന അങ്ങനെ കുടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ പുതിന ചെടി വളർത്തിയത്. പിന്നെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യും തോറും നമ്മൾ എടുക്കും തോറും ഇത് നന്നായിട്ട് പൊടിച്ചു വരും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ പുതിന ചെടീനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മസാല മോര് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പുതിനയാണ്. പിന്നെ നമ്മൾ ഈ സമ്മർ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ശരീരത്തിന് നല്ല തണുപ്പും അതുപോലെ വയറിലുള്ള അസ്വസ്ഥതകളും ഒക്കെ മാറിക്കിട്ടും. 1 പിടി പുതിന മതി നമ്മുടെ മസാല മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 1 പിടി മതി നമ്മുടെ മസാല മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മസാല മോര് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഫ്രഷായിട്ട് പുതിന പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ 1 പിടി, കയ്യിലൊരു പിടി ഉണ്ട്. അതിൻ്റെ പകുതി മല്ലിയില, 1 പച്ചമുളക്. ഇത് ഞാൻ മുഴുവൻ ഇടണില്ല, കാരണം ചിലപ്പോൾ നല്ല എരിവുണ്ടെങ്കിലോ. അപ്പോൾ അതൊരു പകുതി ഇടണമല്ലോ. ഇഞ്ചി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മാത്രമേ ഞാൻ പകുതി ഇടണുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അരച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി മിക്സി ജാറിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് കായപ്പൊടി. നന്നായിട്ട് അടിക്കുക. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അടിച്ചെടുത്ത മോര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ആറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആവും. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് കറക്റ്റ് ആണോ നോക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. ഇനി ഇതിൽ നമുക്ക് ഒന്ന് വറുത്തിട്ടാൽ കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കൊന്ന് വറുത്തിടാം. നമ്മുടെ മസാല മോരിന് കുറച്ച് എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 11 മണിയാകുമ്പോൾ ഇതേപോലെ ഒരു മസാല മോര് ഉണ്ടാക്കി കുടിക്കാം. നല്ല ഫ്രഷ് ആവും, നല്ല കൂളാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.